എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. റാഗി വെച്ചിട്ടുള്ള പിടിക്കൊഴുക്കട്ടയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ പിടിക്കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലിപ്പോൾ റാഗി പൊടിച്ചെടുത്താണ്, അതുകൊണ്ടാണ് മിക്സിയുടെ ജാർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അവലും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അവൽ ഏതെടുത്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കുറേ കൂടെ അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് അവലും അതുപോലെ തേങ്ങയും കിട്ടേണ്ടത്, കുറേ കൂടെ അരഞ്ഞു പോകണ്ട. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ട് അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കി എടുത്തതാണ്, എന്നിട്ട് അരിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ്, പുറത്തുനിന്ന് വാങ്ങുന്ന പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും കൂടുതൽ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് നിർബന്ധമില്ല, ഇത് താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പിടി ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പിടിച്ചെടുക്കാൻ കിട്ടണം, ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. പിടിയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പ് വെള്ളം ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പിടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പിടിക്കൊഴുക്കട്ടയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പിടിക്കൊഴുക്കട്ടയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയും പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ പിടിക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.